ഹലോ. എടാ ജോസ്മോനെ, നീ എവിടെയാ? ഞാൻ ഇവിടെ നോബിച്ചേട്ടൻ്റെ കട വരെ ഒന്ന് വന്നേക്കോ. എടാ, നീ ആ ബുള്ളറ്റുമായിട്ട് പെട്ടെന്ന് റിസോർട്ടിലേക്ക് ഒന്ന് വന്നേ. എടാ, ഞാൻ ബുള്ളറ്റ് വിൽക്കാൻ വേണ്ടി വന്നതാ. പൈസക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. പൈസ മേടിച്ചില്ലല്ലോ. നീ കൂടുതൽ വർത്താനം പറയാണ്ട് ഇങ്ങോട്ട് വാ. എടാ, പുള്ളി കാശെടുക്കാൻ ബാങ്കിൽ പോയേക്കുവാ. ഞാൻ എങ്ങനെ വരാനാ? എടാ നീ എടാ വരാൻ പറഞ്ഞ വന്നാൽ മതി. ചുമ്മാ കണവണ വർത്താനം പറയല്ലേ. ഹലോ എടാ, നല്ല നാടൻ വരാലുണ്ടാ? ഒരു 2 കിലോ എടുത്തോ. എന്നാടാ ഒരു കാര്യമുണ്ട്. 2 കിലോ പോരെ? 1.5 കിലോ മതി. കോളത്തിട്ടുണ്ടെന്ന് ഈ കോളം കഴിയട്ടെ, എന്നിട്ട് ഞാൻ പറയാം. ഒന്നും ഉണ്ടാതിരി. എടാ, നീ ആ സാധനത്തിനെ കണ്ട? അവള് കുടിക്കുന്ന കരിക്കിന്റെ വില എത്രയാണെന്നറിയോ? 500 രൂപയും GST. അതുകൊണ്ട് ഉണ്ടാ പറഞ്ഞു കൊടുക്ക അപ്പൻ ചേട്ടാ അങ്ങോട്ട്. എടാ, അവൾ അമേരിക്കന്ന് വന്നതാ. കാസിനോന്ന് ലോട്ടറി അടിച്ചിട്ട് ലോകം കറങ്ങാൻ ഇറങ്ങിയിരിക്കുക. ഒടുവിൽ നമ്മുടെ അവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. അതിന് പിന്നെ എടാ, അതുകൊണ്ട് അവക്ക് ഇന്ത്യയിൽ കറങ്ങാൻ നിന്റെ പോലെ ഒരു ബുള്ളറ്റ് വേണം. അതിന് നമ്മൾ ചൂസ് ചെയ്ത ബുള്ളറ്റാണ് നിന്റെ ബുള്ളറ്റ്. ഡെയിലി ബുള്ളറ്റിന് ഒരു തുക റെന്റ് കിട്ടും. അത് ഓടിക്കുന്ന നിനക്ക് നല്ലൊരു തുക കൂലിയും കിട്ടും. എത്ര കിട്ടും? ആ 18-ാം പട്ടേന്ന് ഒരു കരിക്ക് വെട്ടി കൊടുത്തിട്ട് ഞാൻ വാങ്ങുന്നത് 500 രൂപയും GST. അപ്പൊ ആയിരിക്കുന്നത് നിന്റെ ബുള്ളറ്റിനും അത് ഓടിക്കുന്നത് നിനക്കും എത്ര കിട്ടും ഓർത്ത് നോക്കിയേ. കണ്ണ് തള്ളിപ്പോകുന്ന ഡീലറിനാളിയാണ് ഞങ്ങൾ സെറ്റാക്കിയിരിക്കുന്നത്. ഈ ഒരു ഒറ്റ ട്രിപ്പോടെ നിന്റെ എല്ലാ പ്രശ്നങ്ങളും തീരും. അവക്ക് മടുക്കുമ്പോൾ അവള് നിർത്തി ഫ്ലൈറ്റ് പിടിച്ച് തിരിച്ചു വെക്കുള്ളൂ. അവൾ അവസാനം കറങ്ങുന്ന സ്ഥലമാണ് ഇന്ത്യ. അതുകൊണ്ട് നീ അവളെ മടിപ്പിക്കാതെ എത്ര ദിവസം നീ കറക്കുന്നോ അത്രയും വരുമാനം നിനക്കുണ്ടാവും. എടാ, ഇന്ത്യ മൊത്തം കറങ്ങി തീർക്കാൻ എത്ര ദിവസം എടുക്കുന്ന? ഇനിയിപ്പോ കറങ്ങി തീരാ തന്നെ ഓട്ടോക്കാർ കാണിക്കുന്ന പോലെ ഒരു റൗണ്ട് കൂടെ കാണിക്കണം. ഈ ഒരു ഒറ്റ ട്രിപ്പോടെ നീ ലക്ഷപ്രഭു ആളിയാ. നേരാണ് അതൊക്കെ. നല്ലേ. പിന്നെ കേട്ടാ, നീ കാത്തിയോട് ബുള്ളറ്റ് കാണാൻ വരാൻ പറ. കത്തിയല്ല, കാത്തി. കാത്തറിൻ സിൽവസ്റ്റർ അങ്ങനെ എന്താ. പക്ഷെ നമ്മൾ കത്തി വയ്ക്കണം, ഒട്ടും കുറയ്ക്കരുത്. മാഡം, you want to see the bullet? Oh yeah, okay. Yeah. അവളിപ്പോ ബുള്ളറ്റ് കാണാൻ വരും. നീ ചിലപ്പോൾ മാന്യതോട് കൂടി നിന്നാൽ നല്ലതായിരിക്കും. Coconut, finishing coconut. Yeah. അത്യുന്നതന്റെ സംരക്ഷണത്തിൽ വസിക്കുന്നവനും സർവശക്തന്റെ തണലിൽ കഴിയുന്നവനും കർത്താവിനോട് എന്റെ സംഗീതവും എന്റെ കോട്ടയവും ഞാൻ ആശ്രയിക്കുന്ന എന്റെ ദൈവവും എന്ന് പറയും. അവിടെ നിന്നെ വേടന്റെ കെണിയിൽ നിന്നും മാരകമായ മഹാമാരിയിൽ നിന്നും രക്ഷിക്കും. തന്റെ തൂവലുകൾ കൊണ്ട് അവിടുന്ന് നിന്നെ മറച്ചുകൊള്ളും. അവിടുത്തെ ചിറകുകളുടെ കീഴിൽ നിനക്ക് അഭയം ലഭിക്കും. അവിടുത്തെ വിശ്വസ്തത നിനക്ക് കവചവും പരിചയവുമായിരിക്കും. രാത്രിയിലെ ഭീകരതയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും നീ ഭയപ്പെടേണ്ട. ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും നട്ടുച്ചയ്ക്ക് വരുന്ന വിനാശത്തെയും നീ പേടിക്കണ്ട. നിന്റെ പാർശ്വങ്ങളിൽ 1000 മരിച്ചു വീണേക്കാം, നിന്റെ വലതുവശത്ത് 10,000. എങ്കിലും നിനക്ക് ഒരനർത്ഥവും സംഭവിക്കുകയില്ല. ദുഷ്ടരുടെ പ്രതിഫലം നിന്റെ കണ്ണുകൾ കൊണ്ട് തന്നെ നീ കാണും. നീ കർത്താവിൽ ആശ്രയിച്ചു, ഓക്കെ, സംഭവം റെഡി, സെറ്റപ്പ് ആയിട്ടുണ്ട്. എന്നാണതൊക്കെ? നീ ഒന്നും മിണ്ടാതിരി. പൂജ എന്ന് പറഞ്ഞ രൂപ 4,000 എണ്ണി വാങ്ങിച്ചിരിക്കുന്നത്. എന്നാ പിന്നെ ഒരു തേങ്ങയും കൂടെ വാങ്ങായിരുന്നില്ലേ? തേങ്ങയ്ക്കൊക്കെ ഇപ്പൊ എന്താ വില? കാത്തിമരം, ദിസ് ഈസ് അവർ വേ ഓഫ് ട്രഡീഷണൽ. ഈ കുട്ട പറഞ്ഞാ ദിസ് ഈസ് പൂജ ഫോർ ബെറ്റർ സ്റ്റാർട്ടിങ്. Oh, okay, good. Thanks. വെൽക്കം. അവൻ ചേട്ടാ, ഓടാ നീ പോട്ടോ. കുട്ടാ, നീളും കൂടെ എനിക്കങ്ങോട്ട് പിടിക്കുന്നില്ല. അവനെ തന്തയ്ക്ക് പറഞ്ഞവനാ, ഒന്നും സംഭവിക്കില്ല. കല്യാണം കഴിക്കാണെങ്കിൽ ഞാൻ എത്ര പിടിച്ചിരുന്നില്ലേ? ഒരു പിടിച്ചുവെപ്പുകാരൻ. നാട്ടിലുള്ള യുവജനങ്ങൾ മൊത്തം പറഞ്ഞുകൊണ്ട് നടപ്പുണ്ട് നിങ്ങളുടെ പിടിച്ചുവെപ്പിനെ പറ്റി. എടാ കുട്ടാ, നീ സമാധാനപ്പെടും. നിനക്ക് എന്നെ വിശ്വാസമില്ലേ? നിന്നെ വിശ്വാസമുണ്ട്, പക്ഷെ എനിക്ക് നിന്റെ പുറകിലിരിക്കുന്ന സാധനത്തിന് വിശ്വാസമില്ല. What? അപ്പൊ Shall we പൂജ go? മാഡം. Thank you. ശരി. Hey driver, I want to look around. I want to see like mountains, villages, temples, okay? I want to see mountains, visit temples, you understand? മാഡം, യു ടോക്ക് സ്ലോ മോഷൻ. എന്നാലും എനിക്ക് വല്ല മനസ്സിലാവത്തുള്ളൂ. What? യു ടോക്ക് ഇംഗ്ലീഷ്. Yes. യു ടോക്ക് സ്ലോ മോഷൻ. സ്ലോ ഐ അണ്ടർസ്റ്റാൻഡ്, സ്പീഡ് നോ അണ്ടർസ്റ്റാൻഡ്. Okay, so I want to see mountains and temples and small villages.
Yes? ഓക്കെ യു വാണ്ട് പ്രകൃതി രമണി അല്ലേ? നേച്ചർ ബ്യൂട്ടി, സീനറി. Scenery, yes. അതൊക്കെ ഞാൻ ഏറ്റു. ഇതിനാണ് ഇത്ര And ഇംഗ്ലീഷ് driver, which way do we cross the border? പണ്ടാറം പിന്നെ ഇംഗ്ലീഷ്. Which way do we cross the Kerala border? കേരള ബോർഡർ ക്രോസ്. Yes. നമുക്കത് അതിരപ്പള്ളി, വാഴച്ചാൽ, ഷോളാർ വഴിയൊക്കെ പൊള്ളാച്ചി ചാടാം. I don't know what you're saying. കേരള ക്രോസ് തമിഴ്നാട്. So, what's our next destination? ഡെസ്റ്റിനേഷനാ? Place, our next place. നെക്സ്റ്റ് പ്ലേസ് അതിരപ്പള്ളി വെള്ളച്ചാട്ടം. അതിരപ്പള്ളി വാട്ടർ ജമ്പിങ്. Water jumping? ഓ, മൗണ്ടന്റെ മുകളിൽ നിന്ന് വാട്ടർ എല്ലാം കൂടെ താഴോട്ട് ജമ്പിങ്, വാട്ടർ ജമ്പിങ്. Waterfall? വാട്ടർഫാൾസ്. പെട്ടെന്ന് പേര് കിട്ടിയില്ല. ഇനി ഞാൻ പറ്റോളാം. ഈ സാധനത്തിന്റെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കാൻ വലിയ പാടാണല്ലോ. What? മാഡം, നത്തിങ് ഒഫീഷ്യൽ അബൌട്ട് ഇറ്റ്. ആഹാ, ശരി. Shall we move? Well, it's working. Let's go. Why did we stop? मैडम, ये बड़ी डस्ट सन ये मैडम, can you please give one cooling glass me? Oh, no, I don't give my things to other people. Slow motion talk slow. Okay. I don't give my things to other people. These are very expensive. Sorry, driver. ഓ, നിന്നോടൊരു കൂളിംഗ് ഗ്ലാസ് തരുമെന്നല്ലേ ചോദിച്ചുള്ളൂ, അല്ലാതെ വീടും പറമ്പൊന്നും ഇത്തരം പറഞ്ഞില്ലല്ലോ. What? Nothing official about it. ആഹാ. ഇപ്പൊ ശരിയാക്കി തരാം. ഒരു കൂളിംഗ് ഗ്ലാസ് ചോദിച്ചപ്പോ ആ ഗ്ലാസ് എന്താ വില? ഇവല്ലേ സാർ? ആ വാലല്ല, അപ്പുറത്തെ. ആ വാല. നോക്കട്ടെ. 500. എത്ര? 500. 500. ദാ. ഏ ഭായ്, 500. ഓ, പിന്നെ ഷോറൂമല്ലേ, ചുമ്മാ അങ്ങ് പറഞ്ഞേക്കുവാ കളൻ. അത് മതി. 500. Got it? കൂളിംഗ് ഗ്ലാസ് 100 രൂപയ്ക്ക് കിട്ടി. നിന്റെയൊക്കെ കൂളിംഗ് ഗ്ലാസ് വാങ്ങുന്ന പൈസ ഉണ്ടെങ്കിലേ നാട്ടിൽ ഉള്ളോട്ട് മാറി 2 സെന്റ് സ്ഥലം വാങ്ങാം. Excuse me? Nothing official about it. ആഹാ. Why do you keep saying that over and over again? Are you making fun of me? മാഡം, ഈ യുവർ കൂളിംഗ് ഗ്ലാസ്, മൈ കൂളിംഗ് ഗ്ലാസ് പ്രൈസ്. Stop saying that nothing official thing, okay? യെപ്പ് മാഡം. Okay.